നമസ്കാരം, ഞാൻ സിജു രാജൻ. എൽ ജി കമ്പനി പണ്ട് ഒരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സമ്പൂർണ്ണ എന്നായിരുന്നു ആ ഒരു ടി വി ബ്രാൻഡിൻ്റെ പേര്. ഈ സമ്പൂർണ്ണ എന്ന് പറയുന്ന ടി വി ബ്രാൻഡ് ഫ്ലാങ്കിങ് ബിസിനസ് മോഡലിൻ്റെ ഒരു എക്സാമ്പിളാണ്. എന്താണ് ഈ ഫ്ലാങ്കിങ് ബിസിനസ് മോഡൽ ഞാൻ പറയാം. അതായത് നമുക്ക് ധാരാളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവുമല്ലോ. ഈ കോമ്പറ്റീറ്റേഴ്സ് കൈവയ്ക്കാത്തൊരു മേഖല, അല്ലെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് പരാജയപ്പെട്ടു പോകുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ, കോമ്പറ്റീറ്റേഴ്സിന് നല്ല രീതിയിൽ ഔട്ട്ഷൈൻ ചെയ്യാൻ കഴിയാത്ത ഒരു ഏരിയ. ഇപ്പോൾ ഉദാഹരണത്തിന് ചിലപ്പോൾ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആയിരിക്കാം. ഇന്ന ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ ഈ കോമ്പറ്റീറ്റർക്ക് പ്ലേ ചെയ്യാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ അവരുടെ പ്രൈസിങ് സ്ട്രാറ്റജി വളരെ വീക്കാണ്, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അത്രത്തോളം വന്നിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റിംഗ് കുറച്ച് വീക്കാണ്. ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മ കോമ്പറ്റീറ്റേഴ്സിന് ഉണ്ടാവും. ഈ പോരായ്മ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് മാറ്റുന്നതിനെയാണ് ഈ ഫ്ലാങ്കിങ് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, കോമ്പറ്റീറ്റർ വീക്കായിട്ടുള്ള ഒരു മേഖല അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവിടെ നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നു, അവിടെ നമ്മുടെ പ്രോഡക്റ്റ് നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നു. പണ്ട് മാഗി നൂഡിൽസ് ജപ്പാനിൽ പ്ലേ ചെയ്തില്ല. കാരണം ജപ്പാനിൽ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്ലേ ചെയ്തില്ല. അവർ മറ്റുള്ള അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ കോമ്പറ്റീറ്റർ വീക്കായിട്ടുള്ള, കോമ്പറ്റീറ്റർ അധികം ഇല്ലാത്ത ഒരു സ്ഥലം ഫോക്കസ് ചെയ്തിട്ട് അവിടെ നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നു. ഇതിനാണ് ഈ ഫ്ലാങ്കിങ് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇനി ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? പലപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നതാണ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. ഇപ്പോൾ എൽ ജി ചെയ്തതുപോലെ റൂറൽ ഏരിയയിൽ വലിയ വൻകിട കമ്പനീസ് ഒന്നും പ്ലേ ചെയ്യുന്നില്ല ടി വി ബ്രാൻഡിൽ പ്രത്യേകിച്ച്. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ റൂറൽ ഏരിയനെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ടി വി, സമ്പൂർണ്ണ എന്ന് പറയുന്ന ഒരു ടി വി ചുരുങ്ങിയ പ്രൈസിൽ അവർ ലോഞ്ച് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അത് അവർക്കൊരു സ്പേസ് കിട്ടിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ കോമ്പറ്റീറ്റർ പ്ലേ ചെയ്യാത്ത ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് അവിടെ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാം, നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാം. മറ്റൊന്ന്, കോമ്പറ്റീറ്റേഴ്സിൻ്റെ റിവ്യൂസ്, കസ്റ്റമർ ഇട്ടിട്ടുള്ള കോമ്പറ്റീറ്റേഴ്സിൻ്റെ റിവ്യൂസ് നമുക്ക് നോക്കാം. പല കോമ്പറ്റീറ്റേഴ്സും ഫെയിലാവുന്നൊരു ഭാഗം അവിടെ തന്നെയാണ്. കാരണം പലപ്പോഴും നമുക്ക് അറിയാം, പല റെസ്റ്റോറൻറ്റ്സിൻ്റെയും റിവ്യൂസ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ ഫർണിഷിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആയിരിക്കാം, പക്ഷേ പല റിവ്യൂസ് നെഗറ്റീവ്സ് ആയിരിക്കാം. ഇപ്പോൾ ഒരു 10 റിവ്യൂസ് നെഗറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിൽ ഈ 10 കണക്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് ഉണ്ടാവും. ആ ഒരു റീസൺ കൊണ്ടായിരിക്കും ഈ 10 പേരും നെഗറ്റീവ് റിവ്യൂ ഇട്ടിട്ടുള്ളത്. ഒരുപക്ഷെ ടേസ്റ്റ് ആയിരിക്കാം, ഒരുപക്ഷെ അവിടെ സർവീസ് ആയിരിക്കാം, ക്ലീൻനെസ് ആയിരിക്കാം, ഒരുപക്ഷെ പ്രോഡക്റ്റിൻ്റെ വേരിയൻസ് ആയിരിക്കും, ഒരുപക്ഷെ പ്രൈസിങ് ആയിരിക്കാം. അപ്പോൾ ഈ ത്രെഡ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ സോൾവ് ചെയ്യുന്ന ഒരു ബിസിനസ് ആശയം നമുക്ക് മുന്നോട്ട് വയ്ക്കാം. പലപ്പോഴും ഇത് റിവ്യൂസ് നോക്കി ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഏതൊരു സ്ഥാപനവും ചെയ്യേണ്ടതാണ്, പക്ഷേ പലപ്പോഴും ചെയ്യാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്ത് ചെയ്യുന്നു, അതായത് അവരുടെ കോമ്പറ്റീറ്റർ ഇതിനെ മനസ്സിലാക്കിയിട്ട് അതിനെ സോൾവ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇതിനെയാണ് ഫ്ലാങ്കിങ് ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്ലാങ്കിങ് ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഒരു ഇഷ്യൂ എന്താണെന്ന് ഈസി ആയിട്ട് റിവ്യൂസ് നോക്കിക്കൊണ്ട് ഒരു ഇഷ്യൂ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണോ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റേഴ്സിനെ നോക്കുക. ഈ കോമ്പറ്റീറ്റേഴ്സ് പ്ലേ ചെയ്യാത്ത ഒരു ഏരിയ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടെ നല്ല രീതിയിൽ പ്ലേ ചെയ്യുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പറയാം നിങ്ങളൊരു ഫ്ലാങ്കിങ് ബിസിനസ് സ്ട്രാറ്റജിയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, മറ്റൊരു വിഷയമായിട്ട് വരാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.